ഹലോ ഹായ് നമസ്കാരം, ബാദുഷയാണ്. ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ഒരു 8-8:15 അളിയൻ്റെ ഒരു കോള് വിളിച്ചിട്ട് എവിടെയാണ്? ഞാൻ പറഞ്ഞു വീട്ടിലുണ്ട്. എന്താ പരിപാടി? ഞാൻ പറഞ്ഞു ഇന്ന് ഓഫാണ്, വീക്ക് ഓഫാണ്. അപ്പോൾ അളിയന് ഇന്ന് ലീവാണ്, ജോലിയില്ല. അപ്പോൾ അടുത്ത ചോദ്യം, കന്യാകുമാരി വിട്ടാലോ? നമ്മളൊന്നും നോക്കിയില്ല ഗൈസ്, നേരെ കന്യാകുമാരിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് കന്യാകുമാരിയിലെ വിശേഷങ്ങളും മറ്റും കാണിച്ചു തരാം, വരൂ പോവാം. അങ്ങനെ ടപ്പേന്ന് പ്ലാൻ ചെയ്ത ട്രിപ്പാണ്. പിന്നെ വേറെ നോക്കില്ല, രാവിലെ എണീറ്റ് കുളിച്ച് റെഡിയായി ഹെൽമെറ്റും എടുത്ത് വണ്ടി എടുത്ത് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് ഒറ്റ പോക്കാണ്. 2 കന്യാകുമാരി 100 ഗായ്സ്. ടിക്കറ്റ് എടുത്തിട്ട് പ്ലാറ്റ്ഫോമിലോട്ട് വന്നിട്ട് ട്രെയിൻ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അപ്പോൾ മണി 11:30 ആയുള്ളൂ. 12:30-ക്കാണ് നമുക്കുള്ള ട്രെയിൻ. അപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മണാലി പോയിട്ട് വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ട്രെയിൻ യാത്രയാണ്. നമുക്കുള്ള ട്രെയിൻ വന്നു. ബാംഗ്ലൂരിൽ നിന്നും കന്യാകുമാരിയിലോട്ട് പോകുന്ന ബാംഗ്ലൂർ എക്സ്പ്രസ് ആണ്. ഇതിലാണ് നമുക്ക് പോകാനുള്ള. സീറ്റ് കണ്ടുപിടിക്കട്ടെ, വരൂ ഗൈസ് പോവാം. ട്രെയിനിൽ കയറി. വലിയ തിരക്കൊന്നുമില്ല ഗൈസ്, വലിയ തിരക്കൊന്നുമില്ല. ഓക്കെ ബൈ. 12:30-ക്ക് ഇവിടെ നിന്ന് ട്രെയിൻ എടുത്തിട്ടുണ്ട്. നമുക്ക് കന്യാകുമാരി എത്തുമ്പോൾ എത്ര മണിക്കൂറാവും നോക്കാം ഗൈസ്. നേമം സ്റ്റേഷനിൽ ഒരു 10 മിനിറ്റായി ഗൈസ്. എന്തിനാണോ അത് നിർത്തിയിട്ടേക്കണം? കുറച്ചധികം സമയമോ ഇതുവരെ എടുക്കുന്നില്ല. ഞാൻ പോയി എടുക്കട്ടെ. ഓ ഗായ്സ്, ഒരു ട്രെയിൻ വരാനുണ്ടായിരുന്നു കേട്ടോ, അതാണ് ഉമാര് നിർത്തിയിട്ടിരുന്നത്. അത് പോയി. ഓ ഗായ്സ് നോക്കൂ, പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിലൂടെ നമ്മുടെ ട്രെയിൻ മന്ദം കുതിച്ചു കൊണ്ടിരിക്കുകയാണ്. ട്രെയിനിൽ ആളൊന്നുമില്ല ഗൈസ്. എൻ്റെ അളിയൻ കൊടുത്ത പൈസക്ക് ആസ്വദിച്ചിരുന്ന് യാത്ര ചെയ്ത് വരികയാണ്. വലിയ തിരക്കൊന്നുമില്ല. ബാംഗ്ലൂരിൽ നിന്ന് കന്യാകുമാരിയിലോട്ട് പോകുന്ന ട്രെയിനാണ്. അപ്പോൾ വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ല ട്രെയിനിലോട്ട്. ട്രെയിനിൽ വലിയ തിരക്കോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം നാഗർകോവിലെത്തി. കന്യാകുമാരി ഇപ്പം അടുത്ത സ്റ്റോപ്പ് കന്യാകുമാരിയാണ്. കന്യാകുമാരി പോയിട്ട് കാണാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഇതാ 2:45 നമ്മളിവിടെ കന്യാകുമാരി റീച്ച് ചെയ്തു. ഗൈസ്, കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ബീച്ചിലോട്ട് പോവാണ്. ബീച്ച് ഇവിടെ നിന്നൊരു 200 മീറ്ററേ ഉള്ളൂ, നടക്കാന്നുള്ള ദൂരമേ ഉള്ളൂ. നമ്മൾ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി വരുമ്പോൾ ഇവിടെ ഒരു വാക്സ് മ്യൂസിയം ഉണ്ട് ഗൈസ്. വാക്സ് മ്യൂസിയം, പിന്നെ 3D പെയിൻറ്റിങ് ഗാലറി ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവർ ഇവിടെ കയറി കാണാം. എന്തോ മായാപുരി എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് വാക്സ് മ്യൂസിയവും 3D ഷോയൊക്കെ ഉണ്ട് ഗൈസ്. വരുന്നവർക്ക് ഇവിടെ കയറി കാണാവുന്നതാണ്. പിന്നൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി ബീച്ചിലോട്ട് വരുന്ന വഴി ഇത് കണ്ടോ, ഹോട്ടൽ സംസം. ഈ ഹോട്ടല് നമുക്കൊരു പണി കിട്ടി ഗൈസ്, ഞാൻ പറഞ്ഞുതരാം. ഒരു 4 മാസം മുമ്പ് ഞാൻ ഇതേപോലെ ഒരു ട്രിപ്പ് വന്നതാണ്. ഇതേ കണക്ക് കന്യാകുമാരി വന്നപ്പം വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ. അങ്ങനെ എന്തെങ്കിലും ഫുഡ് തപ്പി നടന്നപ്പം അപ്പോഴാണ് ഇത് കണ്ടത്, സംസം. അപ്പോൾ ഞാൻ കരുതി ഇവിടെ വന്നാലും സംസം ഉണ്ടോ, ചാടിക്കയറി. ബിരിയാണി ഉണ്ട്. ഒരു ആവറേജ് ഹോട്ടലാണ്, വലിയ സെറ്റപ്പോ കാര്യങ്ങളൊന്നും ഉള്ള ഹോട്ടലൊന്നും അല്ല. ഇവിടെ കയറി നമ്മൾ 2 പേരുണ്ടായിരുന്നു. 2 ബിരിയാണി കഴിച്ച് പിന്നെ ഒരു ലൈമും കൂടെ കുടിച്ച് കഴിച്ചിറങ്ങിയപ്പോൾ ബില്ല് നോക്കിയപ്പോൾ 540 രൂപ. ഒരു ബിരിയാണിക്ക് 240 രൂപ ഗൈസ്. അതിന് മാത്രമുള്ള ഒരു തേങ്ങയും ആ ബിരിയാണിക്കകത്തില്ല. സത്യം, ഇത്രയും റേറ്റൊന്നും കൂട്ടി അടിക്കേണ്ട കാര്യമില്ല ഗൈസ്. നിങ്ങൾ ആരെങ്കിലും വരികയാണെങ്കിൽ ഒരു കാരണവശാലും ഇവിടെ നിന്ന് കഴിക്കല്. ഫുഡ് വലിയ ടേസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല, ആവറേജ് ഫുഡ് തന്നെയാണ്. 240 രൂപ വാങ്ങാൻ മാത്രമുള്ള ചിക്കൻ്റെ പീസോ ഒന്നുമില്ല ഇതിനകത്ത്. അതുകൊണ്ട് ഇത് പറയണമെന്ന് തോന്നി. പിന്നെ ബാക്കി കഴിച്ചു നോക്കാം. ഹോട്ടൽ ശരൺ വരുമോ, നമുക്ക് വല്ലതും കഴിക്കാം ഇവിടെ നിന്ന് ഗൈസ്. നല്ല ചൂട് മീൻ അവർ ചൂടോടെ പൊരിച്ചുകൊണ്ട് തരികയാണ് ഇവിടെ. കഴിച്ചിട്ട് വരാം ഗൈസ്. അവിടെ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങി. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഗൈസ് ഫുഡ്. ചെറിയ അരി, ഇവിടുത്തെ റോസ് അരി. നമ്മളവിടെയൊക്കെ ജയ അരി, സുരേഖ അരിയൊക്കെ അല്ലേ, ഇവിടുത്തെ റോസ് അരി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ കൂട്ടാൻ, വാഴയ്ക്ക തോരൻ, പിന്നെ രാവിലത്തെ കടലക്കറി, അത് ഉച്ചയ്ക്കുള്ള ഊണിൻ്റെ കൂടെ, പിന്നെ അച്ചാറ്, ചിരിക്കട്. ഇതാണ് ഇവിടുത്തെ ഫുഡ്. എനിക്ക് സത്യം പറയാൻ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ വിഷമോണ്ട് കഴിച്ചു കയറി. ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ഗൈസ്, ഉള്ളത് കൊണ്ട് ഓണം പോലെ കഴിച്ചിട്ട് പോകണം. നമ്മളെ കേരളം വിട്ട് കഴിഞ്ഞോ ഫുഡിൻ്റെ കാര്യത്തിൽ അത് തന്നെ. കന്യാകുമാരിയിലോട്ട് സ്വാഗതം. കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന കടകൾ, തുണിത്തരങ്ങൾ വിൽക്കുന്ന കടകൾ, നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ടോപ്പുകൾ, അടിപൊളി തൊപ്പികൾ വിൽക്കുന്ന കടകൾ, പിന്നെ അടിപൊളി തമിഴ്നാടു പട്ടുപാവാടകൾ. ഇവിടെ അടിപൊളി വൈബ് സാധനങ്ങൾ ഗൈസ്. ഇവിടെ മുത്തുമാല വിൽക്കുന്ന അമ്മച്ചി. ഹലോ അമ്മച്ചി. ഇതൊക്കെ നോക്കുക, കല്ലിലുള്ള എന്തോ സാധനങ്ങളാണ്. മുത്തുമാല, ഇതൊക്കെ നോക്കിയാണ് കല്ലിലുണ്ടാക്കിയിട്ടുള്ള എന്തൊക്കെ ഐറ്റമാണ്. പിന്നെ ഇതാ
മാലകൾ, പല പല ടൈപ്പ് മാല. അതാ ഒരു വലിയൊരു ഐറ്റം. ഗൈസ് ഇവിടെ വന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഗൈസ് ഇവനെ കണ്ട്. ഈ തൊപ്പി വെച്ച് മറച്ചിട്ടൊന്നും കാര്യമില്ല, നിന്നെ കണ്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് തൊപ്പി വെച്ച് മറച്ച് വെച്ചേക്കണം. അടാ പോട്ടാ പിന്നെ. ആ കണ്ട് ഗസ്റ്റ് ആയിട്ട് വന്നതാണ്. പോട്ടാ ഗൈസ്. ഫൈനലി അറ്റ് ദ ഫ്രണ്ട് ഓഫ് വിവേകാനന്ദ പാറ, കന്യാകുമാരി മാവട്ടം. കന്യാകുമാരിയിലാണ് ഇത് കാണുന്നതാണ് വിവേകാനന്ദ പാറ. ഇവിടെ നമുക്ക് ഈ ബോട്ട് മാർഗം, ഗവൺമെൻറ്റിൻ്റെ ബോട്ട് മാർഗം നമുക്ക് അവിടെ പോകാൻ പറ്റും. പെർ പേഴ്സൺ 75 രൂപയാണ് പറഞ്ഞത്. അവിടെ കൊണ്ട് അവരിറക്കിയിട്ട് അതിനകത്ത് ജസ്റ്റ് ഒന്ന് കറക്കി കാണിച്ചു വിവേകാനന്ദ പാറ കാണാനായിട്ട് 75 രൂപയാണ് പെർ പേഴ്സൺ വരുന്നത്. പിന്നെ അതാ കാണുന്നു വിവേകാനന്ദ പാറ. വലിയ തിരക്കോ കാര്യങ്ങളൊന്നുമില്ല, ലിമിറ്റഡ് ആൾക്കാരേ ഉള്ളൂ, വലിയ തിരക്കൊന്നുമില്ല. കന്യാകുമാരി കടൽ. അവിടെ 5:30 അപ്പോൾ ഇവിടെ നിന്ന് തിരിക്കുകയാണ്. ചായ കുടിച്ചിട്ട് ഇവിടെ നിന്ന് തിരിക്കാന്ന് കരുതി. കന്യാകുമാരിയിലെ ക്രിക്കറ്റ് കളി നമ്മൾ തിരിച്ചിങ്ങനെ വരുന്ന വഴി സൈഡിൽ നോക്കിയപ്പോൾ കളി നമ്മൾ എവിടെ കണ്ടാലും നമ്മളിരുന്ന് നോക്കും. ഇവനാണെങ്കിൽ മാടാടി, എവിടെ ഇട്ടാലും അടി. തുറന്നത് ഔട്ടായി. ഗൈസ് അടിച്ച് പൊക്കി കൈ കൊടുത്തു ഗൈസ്. അവൻ നല്ല കളിയായിരുന്നു. ഹർദിക് പാണ്ഡ്യ എന്ന് തോന്നുന്നു ഇവിടുത്തെ. നമുക്ക് പോവാം ഗൈസ്. മണി 6 മണിയായി. ട്രെയിനോ ബസ്സോ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ട്രിവാൻഡ്രം സെൻറ്ററിൽ എപ്പോൾ ഇറങ്ങി? 7 മണിക്കേ ഉള്ളൂ. അതിന് മുമ്പില്ല. പെട്ടല്ലോ അതാ ഗായ്സ്. നമുക്ക് ട്രിവാൻഡ്രത്തിലോട്ട് ഡയറക്റ്റ് ട്രെയിനില്ല. നമ്മൾ നാഗർകോവിൽ പോയിട്ട് പോകാമെന്ന് കരുതി. അങ്ങനെ കന്യാകുമാരിയിൽ നിന്ന് ചെന്നൈ എഗ്മോർ പോകുന്ന എക്സ്പ്രസ് നമുക്ക് കിട്ടി. പക്ഷേ നാഗർകോവിൽ ഇറങ്ങിയിട്ട് ഇനി അടുത്ത ട്രെയിൻ കയറണം. എന്തരാവോ എന്തോ അത് നോക്കാം. ഗായ്സ് ട്രെയിനിൽ കയറി കേട്ടോ. തിരക്കുണ്ട് അത്യാവശ്യം. ഇതാ ഹായ് ബോൾ, ഹായ് ബോൾ, ഹലോ ബോൾ, ബോൾ നെയ്യേ. ഇവർ യു പിയിലുള്ള ആൾ ഗൈസ്, യു പി മധുരയിലുള്ളയാണ്. അപ്പോൾ ഇവർ ഒരു 50 പേര് ഇവിടെ അമ്പലത്തിൽ പോകാൻ വേണ്ടി വന്നതാണ്. ഇപ്പം യു പി മധുരയിലുള്ളതാണ്. അതൊരു ബായ്, ഹായ് ബോൾ, ബായ്, ഹായ് ബോൾ. ഈ ട്രെയിനിലാണ് നമ്മൾ വന്നത്. ഇതിലാണ് പോകുന്നത്. ട്രിവാൻഡ്രം വരെ പോകാൻ വേണ്ടി കണക്റ്റഡ് ട്രെയിൻ വേറെ. ഇപ്പോൾ ട്രെയിൻ കയറി ഒരു 8 മണി ഒക്കെ ആകുമ്പോൾ എത്തുമായിരിക്കും അല്ലടാ. 8 മണി 8:30 ആ ടൈമൊക്കെ ആകുമ്പോൾ എത്തുമെന്ന് തോന്നുന്നു. പിന്നെ അവിടെ വണ്ടി ഇരിപ്പുണ്ട്, അതും എടുത്തിട്ട് വീട്ടിൽ പോകണം. അങ്ങനെ അപ്രതീക്ഷിതമായ ഒരു യാത്ര, പ്രതീക്ഷിക്കാതെ ഒരു കന്യാകുമാരി വിസിറ്റ്. സമയം 8:30 ആകാൻ പോകുന്നു. ട്രിവാൻഡ്രം സെൻട്രലെത്തി ഗൈസ്. ഒരു 8:15 ആയപ്പം ട്രിവാൻഡ്രം എത്തി. ഇനി വണ്ടി ഇരിപ്പുണ്ട് അവിടെ, വണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. വണ്ടി എടുത്തിട്ട് സ്ഥലം വിടാം. നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിലാണ് വണ്ടി വെച്ചിട്ട് പോയത്. ഹെൽമെറ്റ് വാങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് നേരെ വീട്ടിലോട്ട് വന്നു ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിൽ കാണുന്ന ബെല്ലൈക്കൻ ടപേന്നടിച്ച് പൊട്ടിക്കുക. താങ്ക് യു.